അയാൾക്കെതിരെ ഞങ്ങളുടെ ശ്രദ്ധയിൽ അയാൾക്കെതിരെ പ്രത്യേകിച്ച് ആരോപണമൊന്നുമില്ല. എന്തെങ്കിലും ആരോപണം ഉണ്ടെങ്കിൽ ഇപ്പോഴും ഞങ്ങൾ പരിശോധിക്കാൻ തയ്യാറാണല്ലോ. പിന്നെ ആരെങ്കിലും SIT വിളിച്ച് ചോദ്യം ചെയ്തു എന്നുള്ളത് കൊണ്ട് ഒരാളെ നമുക്ക് ഒന്നും സ്ഥാനക്കയറ്റമോ അല്ലെങ്കിൽ ട്രാൻസ്ഫറോ ഒന്നും പരിഗണിക്കാതിരിക്കാൻ പറ്റുകയില്ല. ചോദ്യം ആരെങ്കിലുമൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ വിജിലൻസ് ക്ലിയറൻസ് ഉള്ളതേ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അവർ ഞങ്ങൾ എംപ്ലോയി അല്ലേ. ഒരു കേസിൽ പോലീസ് ഒന്ന് ചോദ്യം ചെയ്തു അല്ലെങ്കിൽ ഒന്ന് ചോദ്യം ചെയ്തു എന്നുള്ളത് കൊണ്ട് അയാളെ നമ്മൾ എന്ത് കാരണവശാലും മാറ്റി നിർത്തും. നമ്മുടെ മന്ത്രി കത്ത് തന്നത് എന്താണെന്ന് വെച്ചാൽ ചില പരാതികളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, ഇതൊക്കെ റിവ്യൂ ചെയ്ത് പരിഹരിക്കണമെന്നേ പറയുന്നുള്ളൂ. അത് നമ്മൾ ചെയ്തല്ലോ, അതാണിപ്പോൾ ചെയ്തത്. അത് മാത്രമല്ല, നമ്മുടെ മുമ്പിൽ വന്ന എല്ലാ പരാതികളും പരിഗണിച്ചിട്ടുണ്ട്. ഈ സ്വർണ്ണക്കുളയിൽ ആരോപണ വിധേയരായവർ പോലും ആ ലിസ്റ്റിൽ ഉണ്ട് എന്ന് മന്ത്രി പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ ഉൾപ്പെടെ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വിജിലൻസ് ക്ലിയറൻസ് ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ആരെങ്കിലും SIT വിളിച്ച് ചോദ്യം ചെയ്തു എന്നുള്ളത് കൊണ്ട് ഒരാളെ നമുക്ക് ഒന്നും സ്ഥാനക്കയറ്റമോ അല്ലെങ്കിൽ ട്രാൻസ്ഫറോ ഒന്നും പരിഗണിക്കാതിരിക്കാൻ പറ്റുകയില്ല. ചോദ്യം ആരെങ്കിലുമൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ വിജിലൻസ് ക്ലിയറൻസ് ഉള്ളതേ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇതാണ്. പേരുകളൊന്നും ഇപ്പം ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല, കാരണം 20 പേരെല്ലാം ഓർത്തിരിക്കാൻ ഇപ്പോൾ സാധ്യമല്ല. അതൊക്കെ ഓർഡറിൽ നിന്ന് ഇറങ്ങി. ഇതോടുകൂടി ഈ ഓർഡർ ഇറങ്ങുന്നതോടുകൂടി പ്രകടമായിട്ടുള്ള പരാതികളെല്ലാം മാറിക്കിട്ടും. ആഫ്റ്റർ ഓൾ ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരാണല്ലോ, അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാൻ ബോർഡ് ബാധ്യസ്ഥമാണ്. അതാണ് ചെയ്തിരിക്കുന്നത്. അല്ല, അങ്ങനെയല്ല. അവർ ഞങ്ങൾ എംപ്ലോയി അല്ലേ. ഒരു കേസിൽ പോലീസ് ഒന്ന് ചോദ്യം ചെയ്തു അല്ലെങ്കിൽ ഒന്ന് ചോദ്യം ചെയ്തു എന്നുള്ളത് കൊണ്ട് അയാളെ നമ്മൾ എന്ത് കാരണവശാലും മാറ്റി നിർത്തും. വിജിലൻസ് കേസ് ഉണ്ടെങ്കിൽ ശരി, വിജിലൻസ് ക്ലിയറൻസ് ഇല്ലെങ്കിൽ ശരി. വിജിലൻസ് ക്ലിയറൻസ് ഉള്ളവരെ നമ്മൾ ചെയ്തിട്ടുള്ളല്ലോ. പരാതി എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ അവർ പറഞ്ഞ ക്ഷേത്രങ്ങൾ നമ്മൾ അല്ലെങ്കിൽ പോസ്റ്റുകൾ പരിഗണിച്ചില്ല. ഇപ്പോൾ ഞാൻ പറയാം, ഉദാഹരണത്തിന് ഞാനൊരു സീനിയർ ആളാണ്. ഞാൻ ചോദിച്ച ഒന്നും എനിക്ക് കിട്ടിയില്ല. എന്നെക്കാളും ജൂനിയർ ആയിട്ടുള്ള ഒരാൾ ചോദിച്ച ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്തിരിക്കുന്നു. സ്വാഭാവികമായിട്ടും സീനിയറുള്ള ആളിന് ഒരു പരാതി ഉണ്ടാകും, മുഷിവുണ്ടാകും. അത്തരത്തിലുള്ള പരാതികളാണ് ഇന്ന് നമ്മൾ പരിഗണിച്ചത്. അങ്ങനെയൊന്നും ഒരു അപാകതയില്ല. ഇത് നോംസിന് വിരുദ്ധമല്ല. ഇതൊന്നും നോംസിനകത്ത് നിന്നിട്ട് തന്നെ ഇതെന്താ പറയേണ്ട ഒരു കോമൺ സെൻസാണ്. ഒരു സീനിയർ ആൾ ചോദിച്ചത് കൊടുത്തില്ല, ജൂനിയർ ആൾ ചോദിച്ചത് പ്രിഫറൻസ് കൊടുത്തു. അങ്ങനെ വരാൻ പാടില്ല. അത് നമ്മൾ ടു ദി എക്സ്റ്റെൻറ്റ് പോസിബിൾ പരിഹരിച്ചിട്ടുണ്ട്. അല്ല അങ്ങനെ ഒരുപാട് മണിക്കൂറാണ് ഇതിനെ ചെലവഴിച്ചത്. ഇത്രയും മണിക്കൂറുകൾ ഒരു ട്രാൻസ്ഫറിന് ചെലവഴിക്കണമെന്ന് എനിക്ക് തന്നെ തോന്നി. എനിക്ക് തോന്നുന്നില്ല. അഥവാ ജാഗ്രത കുറവല്ലതും ഉണ്ടായെങ്കിൽ തന്നെ ഇന്ന് അതെല്ലാം പരിഹരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ആരോപണം ഇപ്പോൾ വരാൻ കാര്യമാണ് ശ്യാംപ്രകാശിന്റെ പേരാണ്. ശ്യാംപ്രകാശിനെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി നിയമിച്ചതാണ്. എവിടെ? വള്ളിയങ്കാവിൽ. അയാൾക്കെതിരെ ഞങ്ങളുടെ ശ്രദ്ധയിൽ അയാൾക്കെതിരെ പ്രത്യേകിച്ച് ആരോപണമൊന്നുമില്ല. എന്തെങ്കിലും ആരോപണം ഉണ്ടെങ്കിൽ ഇപ്പോഴും ഞങ്ങൾ പരിശോധിക്കാൻ തയ്യാറാണല്ലോ. അയാളെ SIT ചോദ്യം ചെയ്തതെന്നാണ് പറയുന്നത്. എനിക്കറിഞ്ഞൂടത്. SIT ഒരാളെ വിളിച്ച് ഇവിടെ എത്ര പേരെ ചോദ്യം ചെയ്തു? ഈ ഓഫീസ് പരിശോധിച്ചല്ലോ. എന്ത്? എനിക്ക് തോന്നുന്നു, ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനല്ല. ഞങ്ങളുടെ ബോർഡിനകത്ത് ഞങ്ങളുടെ ജീവനക്കാരുടെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ, ന്യായമായ ആവശ്യങ്ങൾ പരിഗണിച്ച് മുമ്പോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ് ഈ ബോർഡിൻ്റെ ഉദ്ദേശം. ബാക്കിയൊക്കെ എനിക്കറിഞ്ഞുകൂടാകുന്നു. ഇവിടെ രാഷ്ട്രീയമായിട്ട് ബന്ധമുള്ള ജീവനക്കാരും സംഘടനകളൊക്കെ ഉണ്ടാകും. അവരെല്ലാം ഞങ്ങളുടെ ജീവനക്കാരാണെന്നാണ് ഞാൻ കരുതുന്നത്. അവർക്കൊരു പരാതി ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കാൻ ബോർഡ് ബാധ്യസ്ഥമാണ്. ടു ദി എക്സ്റ്റെൻറ്റ് പോസിബിൾ എല്ലാം പരിഹരിച്ചു എന്ന് ഞാൻ പറയുകയല്ല. അത് ഞാൻ അങ്ങനെ തന്നെ കണ്ടിട്ടുള്ളൂ. അവർ എന്ത് യൂണിയനാണെന്നല്ല എനിക്ക് പലരും അറിയാൻ തന്നെ വയ്യ. ഏത് യൂണിയനാണെന്ന് ഞാൻ അറിയേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങളുടെ ജീവനക്കാരാണ്. അവർക്കൊരു ഗ്രീവൻസ് ഉണ്ടോ, വി വിൽ റെക്ടിഫൈ ഇറ്റ്. ഇന്ന് പ്രത്യേകമായിട്ട് ബോർഡ് കൂടിയതല്ലേ, അതിനല്ലേ. ഞങ്ങളല്ലാതെ ഒരു ഓർഡർ ഇഷ്യൂ ചെയ്ത് ഞങ്ങൾ മാറ്റുകയില്ല, കടുകിട മാറ്റുകയില്ല എന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ.